നമ്മുടെ ഡിസാസ്റ്റേഴ്സിൽ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും റെസ്പോൺസും പ്രിപ്പയർനെസ് ഒക്കെ ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് മാറുന്നുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഹ്യൂമൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കൂട്ടമാണ് ആനിമൽസ്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് വളരെ സജീവമായിട്ടാണ് ഈ അധ്യായത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു പശുവിന് അന്ന് തന്നെ ആ സംഭവം നടന്നതിന്റെ തൊട്ട് ദിവസം രാവിലെ തന്നെ ഒരു സിസേറിയൻ സെക്ഷൻ ചെയ്യേണ്ടി ഉണ്ടായിരുന്നു. അവിടെ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ശർമ്മതയാണ് എൻ്റെ അറിവിൽ അതിനെ സിസേറിയൻ ചെയ്ത് അമ്മ പശുവിനെ കുട്ടിയെയും രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തത്. ഇവിടെ നാട്ടുകാർ മാത്രമല്ല, നമ്മൾ ഇവിടെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ആവട്ടെ, പോലീസുകാരാകട്ടെ, ആർമിക്കാരട്ടെ, നമ്മളിവിടെ എത്തിയ ദിവസം തൊട്ട് എല്ലാവരും അവരവരാൽ കഴിയുന്നത്ര വിധം ആനിമൽസിനെ, മുറിവേറ്റി കിടക്കുന്ന ആനിമൽസിനെ ആണെങ്കിലും ലോസ്റ്റായ ആനിമൽസിനെ ആണെങ്കിലും അവരിൽ കഴിയുന്നത്ര വിധം നമ്മളടുത്ത് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മളെ മനുഷ്യൻ്റെയും മൃഗങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ കാണിക്കുന്ന ഇൻസിഡൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് ഞങ്ങൾ ഇവിടെ നിന്നിട്ട പേരാണ്, അതിജീവിച്ചവളെന്നാണ് ആ ഒരു പേരിന്റെ അർത്ഥം. ഇപ്പോൾ ഭയങ്കര അഗ്രസീവായ പട്ടി. അപ്പൊ അതിനുവേണ്ടി അതിനെ മാത്രം നോക്കാനാ പോയത് മെയിനായിട്ട്. അതിനെ അയച്ചുവിട്ടാൽ ആരെങ്കിലും കടിക്കും. ഇത് പേടിച്ച് വരച്ച് മൊത്തം മെലിഞ്ഞൊട്ടിയിട്ടുണ്ടായി. നമ്മുടെ ഡിസാസ്റ്റേഴ്സിൽ നോക്കുകയാണെങ്കിലും കൂടുതലായിട്ടും റെസ്പോൺസും പ്രിപ്പയർനെസ് ഒക്കെ ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് മാറുന്നുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഹ്യൂമൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കൂട്ടമാണ് ആനിമൽസ്. നമുക്കറിയാം 2018 ഫ്ലഡ്സിൽ നോക്കുകയാണെങ്കിൽ കെട്ടഴിച്ച് വിടാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മൃഗങ്ങൾ, പശുക്കൾ ചത്തുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും ചൂരൽമലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ പോയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരുപാട് മൃഗങ്ങൾ അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അലഞ്ഞിരുന്ന് നടക്കുന്നതാണ് കാണാൻ പറ്റിയത്. പശുക്കളും പട്ടികൾ, പൂച്ചകൾ, കോഴികളൊക്കെ. അപ്പോൾ നമുക്കവിടെ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫീഡ് കൊടുക്കാൻ പറ്റി, അവർക്ക് വേണ്ടി വെള്ളം കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ വയ്യാണ്ട് കിടന്ന ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു, അനീമിക്കായിട്ടും ഡീഹൈഡ്രേറ്റ് ആയിട്ടൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ട മെഡിക്കൽ കെയർ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമ്മുടെ കൂടെ വെറ്റിനറി ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പരിശോധിച്ചിട്ട് അവർക്ക് വേണ്ട ഹെൽപ്പ്, മെഡിക്കൽ സപ്പോർട്ടും ഫീഡും ഒക്കെയാണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റിയത്. അറൗണ്ട് ഒരു 186 ആനിമൽസിന് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഹ്യൂമൻ സൊസൈറ്റി ഇന്റർനാഷണൽ വയനാട് അവരൊരു ഇന്റർനാഷണൽ സംഘടനയാണ്. അവർക്ക് ഹൈദരാബാദാണ് അവര് ഇന്ത്യയുടെ സെന്റർ. അവരുമായിട്ട് എൻ്റെ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർ വയനാട് ബേസ് ചെയ്ത് ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് മോഡൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവർക്ക് ചില ടെക്നിക്കൽ ഇൻപുട്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം വന്നപ്പോൾ, ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ അവരാദ്യം ഒരു ദിവസം അവരൊരു പ്രിലിമിനറി അസസ്മെന്റിനായിട്ട് പോയി. രണ്ടാമത്തെ ദിവസം അവർക്കൊരു വെറ്റിനറി സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഒരു വെറ്റിനറിയുടെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പോയത്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് വളരെ സജീവമായിട്ടാണ് ഈ അധ്യായത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഈ വനറാണി എസ്റ്റേറ്റിനകത്ത് ഒരു വനറാണി ഫാം ഉണ്ടായിരുന്നു, പശുക്കളുള്ള ഫാം. അത് ഈ മുകളിൽ മുണ്ടക്കൈ തോട് മുറിച്ച് വേണമായിരുന്നു അവിടേക്ക് പോകാനായിട്ട്. അത് സംഭവം നടന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ, ഫീൽഡ് ഡോക്ടർമാർ ഫാമിലെത്തുകയും അതിൽ എനിക്ക് തോന്നുന്ന 1-2 പശുക്കൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ എമർജൻസി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പശുവിന് അന്ന് തന്നെ ആ സംഭവം നടന്നതിന്റെ തൊട്ട് ദിവസം രാവിലെ തന്നെ ഒരു സിസേറിയൻ സെക്ഷൻ ചെയ്യേണ്ടി ഉണ്ടായിരുന്നു. അവിടെ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ശർമ്മതയാണ് എൻ്റെ അറിവിൽ അതിനെ സിസേറിയൻ ചെയ്ത് അമ്മ പശുവിനെ കുട്ടിയെയും രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തത്. ഒരുപാട് ആനിമൽസ് വൂണ്ടഡ് ആയിരുന്നു. പിന്നെ കുറേ ആനിമൽസിലൊക്കെ ഒരു മെൻ്റലി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ ബിഹേവിയറിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര പേടിയായിരുന്നു. ഒരു ചെറിയ സൗണ്ട് കേൾക്കുമ്പം അങ്ങനെയൊക്കെ ഒരുപാട് ബിഹേവിയറൽ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒക്കെ സാധാരണയുള്ള കുറേ അസുഖങ്ങളും ബാധിച്ചിട്ടുള്ള ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. മെയിൻലി ആ ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് വന്നത് ചികിത്സകളെന്ന് വെച്ചാൽ മുറിവുകൾ പറ്റിയ ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു. പിന്നെ പനി, അങ്ങനെയുള്ള സാധാരണ കോമൺ അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട ആനിമൽസ് വന്നിരുന്നു ചികിത്സ. ഇവിടെ നാട്ടുകാർ മാത്രമല്ല, നമ്മൾ ഇവിടെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ആവട്ടെ, പോലീസുകാരാകട്ടെ, ആർമിക്കാരട്ടെ, നമ്മളിവിടെ എത്തിയ ദിവസം തൊട്ട് എല്ലാവരും അവരവരാൽ കഴിയുന്നത്ര വിധം ആനിമൽസിനെ, മുറിവേറ്റി കിടക്കുന്ന ആനിമൽസിനെ ആണെങ്കിലും ലോസ്റ്റായ ആനിമൽസിനെ ആണെങ്കിലും അവരിൽ കഴിയുന്നത്ര വിധം നമ്മളടുത്ത് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മളെ മനുഷ്യൻ്റെയും മൃഗങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ കാണിക്കുന്ന ഇൻസിഡൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ഈ ഫാമിലേക്ക് പോകാൻ തന്നെ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, നമുക്ക് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിരുന്നില്ല ഇങ്ങനത്തെ ദുരന്തമുഖത്ത് എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്നും
അപ്പം അത് ബാക്കിയുള്ള ആളുകളുടെയും കൂടിയും ഭയങ്കര ശക്തമായ സപ്പോർട്ട് കൂടിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനൊക്കെ സാധിച്ചത്. അങ്ങനെ ഒരുപാട് മൃഗങ്ങളോട് കരുണയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ ആ ഒരു ഹ്യൂമൻ ആനിമൽ എമ്പതിയുടെ ഭാഗമായിട്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം കളക്ടർ പുതിയ ഓർഡർ ഇട്ടിട്ടുണ്ട്. നമ്മൾ എല്ലാ ആനിമൽസിനെയും ആ സ്ഥലം ഇപ്പോഴും ഒരു ഡേഞ്ചർ സോണായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പം കഴിയുന്നത്ര ആനിമൽസിനെ നമുക്ക് ആ ഡേഞ്ചർ സോണിൽ നിന്ന് മാറ്റണം, മനുഷ്യരെ പോലെ തന്നെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അതിനുവേണ്ട കാര്യങ്ങളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ടിപ്പു എന്ന് പറഞ്ഞൊരു ഡോഗ് ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് HSI നിന്നുള്ള ഒരാളെ റെസ്ക്യൂ ചെയ്ത് അതിൻ്റെ ഓണേഴ്സിന് കയ്യിലേക്ക് എത്തിക്കാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ 2 ക്യാറ്റിനെ അവിടെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെ നമ്മളൊരാളെ കണ്ടുപിടിച്ച് അയാളത് അഡോപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ വേറൊരു ഡോഗിനെ കിട്ടി. അപ്പോൾ അതിനെ നമുക്ക് സേഫ് ആയിട്ടുള്ള കൈകളിലേക്ക് എത്തിക്കാൻ പറ്റി. ഒറ്റപ്പെട്ട് നിൽക്കുന്ന മൃഗങ്ങളെ നമുക്ക് സേഫായിട്ട് ഒരാളുടെ കയ്യിലേക്ക് എത്തിക്കാനും പറ്റിയിട്ടുണ്ട്. മൊത്തം 3 പട്ടിക്കുട്ടികളും പൂച്ചക്കുട്ടികളും ഒരു 5-6 പിന്നെ അതിലൊരു പട്ടി ടിപ്പു എന്ന് പറഞ്ഞ പട്ടീനെ എടുക്കാൻ പോയപ്പോഴാണ് ബാക്കി പട്ടികളൊന്നും ഇല്ല, ആർക്കും അയച്ചു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ടിപ്പുവിനെ അപ്പോൾ ഒരു റെസ്ക്യൂ ടീം എടുത്ത് കൊണ്ടുവരുന്നുണ്ടായി. അത് കൊണ്ടുവരുമ്പോൾ മൊത്തം മെലിഞ്ഞ് ഒട്ടി നിൽക്കുകയായിരുന്നു. ടിപ്പു എന്ന് ഭയങ്കര അഗ്രസീവായ പട്ടിയാണ്. അപ്പോൾ അതിനു വേണ്ടി അതിനെ മാത്രം നോക്കാനാണ് പോയത് മെയിനായിട്ട്. അതിനെ അയച്ചു വിട്ടാൽ ആരെങ്കിലുമൊക്കെ കടിക്കും. ഇത് പേടിച്ച് വരച്ച് മൊത്തം മെലിഞ്ഞ് ഒട്ടിയിട്ടുണ്ടായി. പിന്നെ അതിനെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷനൊക്കെ ഇട്ട് അതിനെൻ്റെ കൂട്ടുകാരുടെ അവിടെ ആക്കി. ബാക്കിയുള്ള ഈ ബത്തേരി ഒരു ചേട്ടന്മാർ കൊണ്ടുപോയിട്ടുണ്ടായി വന്നു, അത് തിരിച്ചു കിട്ടി. പിന്നെ പൂച്ചക്കുട്ടികൾ 2 ഇപ്പം നിലവിൽ എൻ്റെ ക്യാമ്പിലുണ്ട്, അമ്മേൻ്റെ കൂടെ. ബാക്കി പൂച്ചക്കുട്ടികളൊക്കെ എൻ്റെ ഫ്രണ്ടിലുണ്ട്. പൂച്ച നെയില എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്? ഞങ്ങളുടെ അടുത്തേക്ക് എന്ന് പറയുന്നത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിന്റെ റെസ്ക്യൂ വീഡിയോ. അതില് തിരുവനന്തപുരത്തുള്ള സ്ക്യൂബ ടീമാണ് അതിനെ രക്ഷിച്ചത്. അപ്പൊ അതിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അയ്യോ ഇതിനൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നൈറ്റാണ് ഞാൻ ഇതിന്റെ കരച്ചില് കേൾക്കുന്നത്. അപ്പൊ നോക്കുമ്പോ സാറിന്റെ വണ്ടിയിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ കരച്ചില് കേട്ട് നോക്കുമ്പോ അത് ഫുള്ള് മണ്ണില് പൊതഞ്ഞ് അങ്ങനെ കിടക്കുകയായിരുന്നു. മണ്ണ് ഫുള്ള് മണ്ണായിരുന്നു. പിന്നെ അതിന് ഫുഡ് കൊടുത്ത്, പക്ഷെ അത് കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര പേടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല പേടിച്ചിട്ടായിരുന്നുണ്ടായിരുന്നു, ഫുഡൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കൂല. അങ്ങനെ പേടിച്ചൊരു ഭീതിയിൽ അങ്ങനെ ഒരു നിൽക്കുകയായിരുന്നു. പിന്നെ അതിനെ എടുത്ത് അതിന്റെ മേലൊക്കെ തുടച്ചു കൊടുത്തു. അങ്ങനെ മണ്ണൊക്കെ കളഞ്ഞ് അങ്ങനെ കുളിപ്പിക്കാനൊന്നും പറ്റിയില്ല, കാരണം തണുപ്പൊക്കെ ആയതുകൊണ്ട്. പിന്നെ തുടച്ചെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെ അതിന് ചെറുതായിട്ട് ഫുഡ് പാലൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ ഫുഡൊക്കെ അത് കഴിക്കാൻ തുടങ്ങി. അതിന്റെ നൈല എന്നെങ്ങനെയാണ് അതിന്റെ പേര് നൈല എന്നെങ്ങനെ മനസ്സിലായത്? അത് ഞങ്ങൾ ഇവിടെ നിട്ട പേരാണ്. അതിജീവിച്ചവളെന്നാണ് ആ ഒരു പേരിന്റെ അർത്ഥം. ആരാണ് നൈല എന്ന പേരിട്ടത്? ഞങ്ങളെ സാറാണ് ഇട്ടത്, ബേസിൽ എന്ന് പറയുന്ന സാറാണ് ഇട്ടത്. ഞങ്ങൾ അവിടെ പോയപ്പോൾ ധാരാളം സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു. ഒരുപാട് പല വിധത്തിലും പല രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നാലും തൊഴിലിന്റെ അടിസ്ഥാനത്തിലായിരുന്നാലും ഒക്കെ എത്തിപ്പെട്ട ആൾക്കാരാണ് അവിടെ. അവർ മനുഷ്യരുടെ ശരീരം അന്വേഷിച്ച് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ഇവരുടെ ഇടയിലാണ് നമ്മൾ പോയി ഇങ്ങനെ ഒരു പൂച്ചയെ കണ്ടോന്നോ അല്ലെങ്കിൽ ഒരു നായയെ കണ്ടോന്നോ വളരെ ഒരു പക്ഷേ നിസാരമെന്ന് തോന്നിക്കാവുന്ന ചോദ്യങ്ങളുമായിട്ട് ഇവർ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ മനസ്സിൽ അവരുടെ കയ്യിൽ നിന്നുള്ള ഒരു ശകാരമോ അല്ലെങ്കിൽ എത്ര നിസാരമായിട്ടുള്ള കാര്യമാണ് ഇതിനിടയിൽ അന്വേഷിക്കുന്നതെന്നുള്ള ഒരു ധാരണയാണ് നമ്മുടെ മനസ്സിൽ. പക്ഷേ ഒരു സ്ഥലത്ത് പോലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം അല്ല ഉണ്ടായത്. മറിച്ച് ഒരു മനുഷ്യന് ഒരു സഹജീവിയെ തന്നെ കാണാതായി അല്ലെങ്കിൽ അവരെ കിട്ടാത്തതിൻ്റെ വിഷമം ഇവരും നമ്മളോടൊപ്പം ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതിനെ ഒരാൾ പോലും നമ്മൾ ചെയ്യുന്ന നിസാരമാണ് എന്ന് ഉള്ള ഭാവം ഉണ്ടായിരുന്നില്ല. മറിച്ച് അവർ മറ്റൊരു മനുഷ്യനെ കാണാത്തത് പോലെ അല്ലെങ്കിൽ അവരെ കണ്ടു കിട്ടേണ്ടതുണ്ട് എന്ന അതേ ആശങ്കയോടുകൂടി തന്നെ അവർ ഞങ്ങളോടൊപ്പം സഹകരിച്ചു എന്നുള്ളതാണ്. അവർ കണ്ടെങ്കിൽ കണ്ടെന്നോ അല്ലെങ്കിൽ കണ്ടില്ല അപ്പുറത്ത് നോക്കൂ, അങ്ങനെയുള്ള ഒരു എമ്പതി നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ഫീൽ ചെയ്യുകയുണ്ടായി. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി.